നമുക്ക് ഒരേ സമയം അഭിമാനത്തിന്റെയും അതുപോലെ തന്നെ സങ്കടത്തിന്റെയും നിമിഷമാണിത്. 26-ാം വാർഷികത്തിൽ നമ്മൾ ഓർക്കുന്നത് നമുക്കായി ഈ സ്വാതന്ത്ര്യം ഒക്കെ നേടിത്തരുന്ന സൈനികരുടെ ജീവിതവും അവരുടെ വീരമൃത്യുവും കൂടിയാണല്ലോ. എന്തൊക്കെയാണ് നടക്കുന്ന പരിപാടികൾ, വിശദവിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മൂത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ഈ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച വീരമൃത്യു വരിച്ച സൈനികർക്ക് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള, അവർക്ക് പുഷ്പാർച്ചന അർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 26 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് കാർഗിൽ യുദ്ധത്തിൽ ഔദ്യോഗികമായി ഇന്ത്യ വിജയിച്ചു എന്ന പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് എല്ലാ വർഷവും ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസമായി ആഘോഷിക്കുന്നത്. ഇന്ന് രാജ്യം ആചരിക്കുന്നത്. ഇന്ന് ഈ കാർഗിൽ വിജയ് ദിവസിൻ്റെ ഭാഗമായി ദ്രാസിലെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. അതുപോലെ തന്നെ പ്രതിരോധ സഹമന്ത്രിയും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഏതാണ്ട് 10 മണിയോടുകൂടി ഇവിടെ സംസാരിക്കുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് ഈ നടത്തുന്ന പ്രസംഗം അത് രാജ്യം ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത്, പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. കാരണം എന്ത് പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് ഒരു പദയാത്ര വരുന്നതാണ്. കേന്ദ്ര ഈ കായിക മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പദയാത്ര ഇവിടെ എത്തിച്ചേരുന്നത്. തുടർന്ന് ഈ യുദ്ധസ്മാരകത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. ആ ചടങ്ങോടുകൂടിയാണ് ഇന്നത്തെ ഈ പരിപാടികൾ. വിശദമായ വിപുലമായ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. 26-ാം കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് വിശദ വിവരങ്ങൾ ബാലഗോപാൽ പങ്കുവച്ചത്.